ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്, ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിക്കാനുള്ള അധികാരമില്ല, കഴിയില്ല. അങ്ങനെ ചെയ്താൽ ചെയ്തുകൊണ്ട് പണി പോയി. കാരണം തൊഴിലുറപ്പ് നിയമം മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈവൻ MA യൂസഫ് അലി ഓർ അദാനി ഓർ ടാറ്റ, യൂസഫ് അലി ആണെങ്കിലും ശരി, അദാനി ആണെങ്കിലും ശരി, ടാറ്റ ആണെങ്കിലും ശരി, അംബാനി ആണെങ്കിലും ശരി, മിത്തൽ ആണെങ്കിലും ശരി, ഇവരൊക്കെയാണ് ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഒരു പട്ടിക എന്ന് പറയുന്നത്. അവരാരെങ്കിലും അവരുടെ പഞ്ചായത്ത്, ഇപ്പോൾ നമ്മുടെ യൂസഫ് അലിയുടെ പഞ്ചായത്ത് നാട്ടിക പഞ്ചായത്താണ്. നാട്ടിക പഞ്ചായത്തിൽ അദ്ദേഹം സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു, ഒരു തൊഴിൽ കാർഡ് ഉണ്ടാക്കിയിട്ട് ഒരപേക്ഷ കൊടുക്കുന്നു, എനിക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി തരണം എന്നൊരു അപേക്ഷ കൊടുത്താൽ 1 മാസത്തിനകം യൂസഫ് അലിക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ സെക്രട്ടറി ജോലി കൊടുത്തില്ലെങ്കിൽ സെക്രട്ടറിയുടെ പണി പോകും. 1. 2, 1 കൊല്ലം കൊണ്ട് ഈ അപേക്ഷ കിട്ടിയ ഒരാൾക്ക് 100 ദിവസം പണി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊല്ലം കഴിയുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിലേക്ക് 50 ദിവസത്തെ 374 റുപ്യാറ്റാണ് ഇപ്പൊ തൊഴിലുറപ്പിന്റെ 333 അല്ലെ 333 റുപ്യാണ് ഇപ്പൊ തൊഴിലുറപ്പിന്റെ കൂലി. 50 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 16,650 പിന്നെ 5,350 ഏതാണ്ട് 17,000 രൂപ യൂസഫ് അലിയുടെ അക്കൗണ്ടിലേക്ക് പഞ്ചായത്തിൽ നിന്ന് പോയിരിക്കും. അതാണ് നിയമം. അത് യൂസഫ് അലിയാണ് എന്ന് പറഞ്ഞ് തടയാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമില്ല. എങ്കിൽ CPM ജയിച്ചില്ല എന്ന കാരണത്താൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഒരൊറ്റ തൊഴിലാളിയുടെ തൊഴിലും നിഷേധിക്കാനോ നിരാകരിക്കാനോ ആർക്കും അധികാരമില്ല. ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കും അധികാരമില്ല. നമ്മൾ അധികാരത്തിലൊന്നും നമുക്കും അധികാരമില്ല. ഇതാണ് തൊഴിലുറപ്പിന്റെ കാര്യം. ഇത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ ഈ മെസ്സേജ് ഒന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ പേടിക്കലൊന്നും പേടിക്കേണ്ടതില്ല. ഇവർക്കൊന്നും പേടിപ്പിക്കാൻ അധികാരമില്ലാത്ത രൂപത്തിൽ തൊഴിലുറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് മൻമോഹൻ സിംഗ്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മൻമോഹൻ സിംഗ് ഈ അദ്ദേഹത്തിന്റെ ഭരണകാലം പൂർത്തീകരിച്ച് പോയത്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. നമ്മളൊക്കെ അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇനി പെൻഷന്റെ കാര്യം, നിങ്ങൾക്ക് പെൻഷൻ തരില്ല. ഇപ്പൊ വീട്ടിൽ പെൻഷൻ കൊണ്ടുകൊടുക്കാണ്. കോപ്പറേറ്റീവ് ബാങ്കിലെയൊക്കെ ജീവനക്കാരാണ് പെൻഷൻ കൊണ്ടു കൊടുക്കുന്നത്. അധികം കോപ്പറേറ്റീവ് ബാങ്കും ഇടതുപക്ഷത്തിന്റെ ബാങ്കുകളാണ്. അതുകൊണ്ട് സ്റ്റാഫൊക്കെ ഇടതുപക്ഷക്കാരാണ്. അവർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയുന്നത്രേ, ചേച്ചി എത്രയാ പെൻഷൻ? കഴിഞ്ഞ മാസം 1,600. ഇപ്പൊ എത്ര ചേച്ചി? ഇപ്പൊ 2,000. ഇതാ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തേക്കണേ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളെങ്ങാനും തോറ്റാൽ പിന്നെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല. ഒന്നറിയേണ്ടത്, ഈ പെൻഷനും സംസ്ഥാന സർക്കാരിൻ്റെതല്ല. നമ്മളിപ്പോൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെതല്ല ഈ പെൻഷൻ. ഈ പെൻഷനിലെ മുഖ്യ പങ്കും സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്. 1. 2, 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള, 2000 സ്ക്വയർ ഫീറ്റിൽ കൂടിയ വീടില്ലാത്ത, 4 ടയറുള്ള വീട് സ്വന്തമായില്ലാത്ത, വീട്ടിൽ AC-യോ അതുപോലെ വലിയ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ ഇല്ലാത്ത, ഇതൊക്കെ പിണറായി വെച്ച ഡിമാൻഡാണ്. ഉമ്മൻചാണ്ടിയുടെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. 1 ലക്ഷത്തിൽ താഴെ വരുമാനം എന്ന് മാത്രമേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതിന് മാനദണ്ഡം ഉണ്ടായിരുന്നുള്ളൂ. ഈ 2000 സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ വീടുണ്ടാക്കിയത്, AC വെച്ചവർക്കില്ലെന്ന് പറഞ്ഞത്, കാറുള്ളവർക്കില്ലെന്ന് പറഞ്ഞത്, എത്രയാണ് 1.25 ഏക്കറോ മറ്റോ കൃഷിഭൂമി ഉള്ളവർക്കില്ലെന്ന് പറഞ്ഞതൊക്കെ പിണറായി വെച്ച നിബന്ധനകളാണ്. ഇന്ന് പിണറായി ഭരിക്കുന്ന ഈ കാലത്ത് ഈ നിബന്ധനകളൊന്നും ഇല്ലാത്ത ഒരാളുടെ പെൻഷൻ അയാൾ വോട്ട് ചെയ്തത് മാറിപ്പോയി എന്ന കാരണത്താൽ നിഷേധിക്കാൻ പിണറായിക്കും കഴിയില്ല. ഇനി പിണറായിയുടെ ആരെങ്കിലും കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചാൽ അവർക്കും കഴിയില്ല. അതുകൊണ്ട് വോട്ടും പെൻഷനും തമ്മിലൊന്നും ബന്ധമില്ല. വോട്ടും ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും തമ്മിലൊന്നും ബന്ധമില്ല. അതൊക്കെ പൗരന്റെ അവകാശമാണ്. അതൊന്നും ഭരിക്കുന്നവന്റെ ആരുടെ ഔദാര്യമല്ല. അത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ പറഞ്ഞു കൊടുക്കണം.